അസ്സലാമു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് വളരെ ഈസിയായി നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായി ഞാനിവിടെ പാത്രത്തിനകത്ത് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് മീഡിയം സൈസിലുള്ള 2 സവാള നീളത്തിലെരിഞ്ഞതാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു പച്ചമുളക് വട്ടത്തിലെരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കാം. 2 കതിർപ്പ് കറിവേപ്പില, അല്പം മല്ലിയില ഇവ കൂടി ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കാം. അതിനുശേഷം 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്ത് അതിൻ്റെ തൊലി കളഞ്ഞ ശേഷം നന്നായി ഉടച്ചെടുത്തതാണ്, അതുകൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ച മസാല ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. അല്പസമയം ഫ്രിഡ്ജിക്ക് അകത്ത് വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. ഇനി നമുക്കൊരു ബ്രെഡ് എടുത്ത് അതിനകത്തേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയിൽ നിന്ന് അല്പമായി എടുത്ത് ഇതിൻ്റെ മുകളിൽ നന്നായി ഫില്ല് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു കത്തി എടുത്തിട്ട് ഇതുപോലെ 4ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒത്തിരി ബ്രെഡ് ഞാനിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള മൈദയാണ്. ഒരു ബൗളിനകത്ത് ഞാൻ അല്പം മൈദ എടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓരോന്നായി എടുത്ത് മൈദയ്ക്കകത്ത് മുക്കിയെടുത്ത ശേഷം ബ്രെഡ് ക്രംസിനകത്ത് പൊതിഞ്ഞെടുക്കാം. എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായി ഞാനിവിടെ ഒരു പാത്രത്തിനകത്തേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഓരോന്നായി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു വശം ഫ്രൈ ആയ ശേഷം ഞാനിത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇരുവശങ്ങളും ഫ്രൈ ആയി തുടങ്ങി. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.